ഡോക്ടർ കെ സുലേഖ സ്മൃതിയും പുസ്തക പ്രകാശനവും നടത്തി. എഴുത്തുകാരിയും അധ്യാപികയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ കെ സുലേഖയുടെ പുതിയ പുസ്തകം സാമൂഹികതയുടെ വ്യതിരിക്തത ബഷീർ കൃതികളിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. 2026 ഫെബ്രുവരി 20 മരിച്ച സുലേഖയുടെ പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാർച്ച് 10 പുസ്തകം പുറത്തിറങ്ങിയത്. രചയിതാവിന് കാണാൻ കഴിയാതെ പോയ ബഷീർ കൃതികളെക്കുറിച്ചുള്ള പഠനം സുലേഖയെക്കുറിച്ചുള്ള ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വികാരഭരിതമായ അന്തരീക്ഷത്തിൽ വെച്ച് KEN കുഞ്ഞാഹമ്മദാണ് പ്രൊഫസർ VK സുബൈദയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്തത്. ഈ പുസ്തകത്തിലെ അച്ചടിച്ച് വരുന്നതിന് മുമ്പേ വായിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചറുമായി ആശയവിനിമയം നടത്താൻ അവസരം കിട്ടിയ സന്ദർഭത്തിൽ ഈ കൃതിയുടെ വലിയ സാധ്യതയും അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ വിയോജിപ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹം ഇതിൻ്റെ ആമുഖം എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ട സത്യത്തിൽ സൗഹൃദത്തിൻ്റെ ഒരു വലിയ അംഗീകാരമായിരുന്നു. എന്നാൽ സത്യസന്ധമായി ഒരു ആമുഖം എഴുതുമ്പോൾ ഉണ്ടാകാവുന്ന ചില സംഘർഷം ടീച്ചർക്കല്ല എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ ആമുഖം എഴുതാനുള്ള പ്രയാസം ഞാൻ അവരെ അറിയിച്ചപ്പോൾ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിയോജിപ്പ് അടുപ്പത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വ്യക്തമാകുന്ന വിധത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് KEN വിയോജിപ്പുകൾ എഴുതാമല്ലോ എന്നായി. നമ്മുടെ കാലത്ത് വിയോജിക്കുക എന്ന് പറയുന്നത് മരണസമയത്ത് പ്രിൻസിപ്പലായി സുലേഖ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ ഫോർ യൂത്ത് യിലെ സ്റ്റാഫും വിദ്യാർത്ഥികളും ചേർന്ന് പ്രസിദ്ധീകരിച്ച സുലേഖ സ്മൃതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം CP പള്ളിപ്പുറം നിർവഹിച്ചു. ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെ മുൻ ഡയറക്ടർ AB മൊയ്തീൻകുട്ടി ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ MIT ഹാളിൽ നടന്ന ചടങ്ങിൽ AP കുഞ്ഞാമു അധ്യക്ഷത വഹിച്ചു. അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ, മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാൻ, സങ്കടങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഒക്കെ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ, സമാനതകളില്ലാത്ത മലയാളത്തിലെ എഴുത്തുകാരൻ ബഷീറിനെ കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തിൻ്റെ 3 നോവലുകളാണ് നിർമ്മിക്കുന്നത്. ബഷീറിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. സ്വാഭാവികമായിട്ടും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഞാൻ നോക്കിയിരിച്ചതുപോലെ തന്നെ ടീച്ചറുടെ ഈ നിരീക്ഷണങ്ങൾക്ക് എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ സാംസ്കാരിക രംഗത്ത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. മൗലികമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള തൃപ്തികൾ ഉയർന്നു വരും എന്നുള്ളൊരു സംശയമുണ്ട്. ഇവിടെ ടീച്ചർ അന്വേഷിക്കുന്നത് ബഷീറിൻ്റെ കൃതികളുടെ പിന്നിൽ പ്രവർത്തിച്ച ഇസ്ലാമിക ദർശനവും മതവും സംസ്കാരവും. ജമീൽ അഹമ്മദ് പുസ്തക പരിചയം നടത്തി. ഡോക്ടർ G ഉഷാകുമാരി, അഡ്വക്കേറ്റ് TK കുഞ്ഞുമോൻ, PK മഹാൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ബഷീർ പുരസ്കാരം നേടിയ ജമാൽ കൊച്ചങ്ങാടിയെ യോഗം ആദരിച്ചു. ബക്കർ മേത്തല സ്വാഗതവും ഡോക്ടർ VN ഹസീന നന്ദിയും പറഞ്ഞു.